കോട്ടപ്പുറത്ത് കാണാതായ മണൽവാരൽ തൊഴിലാളിക്കായി പൂച്ചക്കടവിൽ തെരച്ചിൽ. ഇന്നലെ പുലർച്ചെ മണൽവഞ്ചി മറിഞ്ഞ് കാണാതായ തൊഴിലാളിക്കായി അഴീക്കോട് പൂച്ചക്കടവിൽ തെരച്ചിൽ ആരംഭിച്ചു. രാവിലെ മുനക്കലിൽ ചീനവലയിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന തൊഴിലാളികൾ പുഴയിലൂടെ ഒരാൾ ഒഴുകിപ്പോകുന്നത് കണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്നാണ് ഈ ഭാഗത്ത് തെരച്ചിൽ ആരംഭിച്ചത്. അതായത് മുനക്കല് രണ്ടാളായിട്ടാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ആ കാറ്റെടുത്തിട്ടപ്പോ പൊന്തി കൂട്ടിപ്പിടിക്കുന്നതായിട്ടാണ് തോന്നിയത്. പിന്നെ കുറച്ചേരം മുകളിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഇത്തിരി സെക്കൻഡ് കഴിഞ്ഞപ്പോ പിന്നെ മുങ്ങിപ്പോയി, താഴോട്ട് പോയി. വ്യക്തമായിട്ട് ഒരു മനുഷ്യന്റെ രണ്ട് കൈ ഇതുപോലെ പൊന്തി പോയിട്ട് തോന്നിയത്. അപ്പൊ തന്നെ വിളിച്ചിട്ട് ആ കാറ്റും മഴ കാരണം ആരും കേട്ടൂല, വിളിച്ചിട്ട് ഫോൺ കൊടുത്തില്ല. പിന്നെ അപ്പോൾ തന്നെ അവിടെ വലയും വീണ്, വല പൊളിഞ്ഞു വീണു. എല്ലാവരും അങ്ങോട്ട് ശ്രദ്ധിച്ചു. അങ്ങോട്ട് ശ്രദ്ധിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയി വന്നിട്ടാണ് പിന്നെ സിയാ സാറിനൊക്കെ വിളിച്ച് പറയണ്ടായിരുന്നു. പോലീസിൽ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കണ്ടു? രണ്ടോളം കണ്ടു. രണ്ടുപേരും കണ്ടു. കൂടെ ഉണ്ടായിരുന്ന അബ്ദുറസാഖ്. ഇന്നലെ പുലർച്ചെ 2 മണിയോടെയാണ് കോട്ടപ്പുറം കായലിൽ പുത്തൻവേലിക്കര ഭാഗത്തു നിന്ന് മണൽ വാരി തിരിച്ചു വരുന്ന വഴി കോട്ടയുടെ സമീപത്ത് വെച്ച് ശക്തമായ കാറ്റിലും മഴയിലും പെട്ട് വഞ്ചി ആടിയുലഞ്ഞു മറിഞ്ഞത്. സംഭവത്തിൽ അഴീക്കോട് പടന്ന സ്വദേശി സന്തോഷ് മരണപ്പെട്ടിരുന്നു. 4 പേരുണ്ടായിരുന്ന വഞ്ചിയിൽ നിന്ന് 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. എറിയാട് താമസിച്ചിരുന്നതും ഇപ്പോൾ മഞ്ഞളിപ്പള്ളിക്ക് സമീപം താമസിക്കുന്നതുമായ ഓട്ടറാട്ട് പ്രദീപിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇന്നലെ രാവിലെ മുതൽ അഗ്നിശമന സേനയുടെ സ്കൂബ ടീം തെരച്ചിൽ നടത്തിയെങ്കിലും വൈകിട്ട് 6 മണിയോടെ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് പ്രദീപിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് കാഞ്ഞിരപ്പുഴയിൽ ഇന്ന് പുലർച്ചെ 2 മണിവരെ തെരച്ചിൽ നടത്തിയിരുന്നു. ചീനവല തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് അഴീക്കോട് കോസ്റ്റൽ പോലീസും പ്രദീപിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഈ പ്രദേശത്ത് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഇന്നലെ കാണാതായ പ്രദീപിൻ്റെ ബന്ധുവാണ്. രാത്രി നിങ്ങൾ വഞ്ചിക്ക് അന്വേഷണം നടത്തിയത്? ഇന്നിപ്പോ അവര് സ്കൂബ ടീം തെരച്ചിലിന് വരണില്ല.